ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ യേശു കർത്താവ് ഒരു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ആ മനുഷ്യനെ ശാരീരികമായ വിടുതൽ മാത്രമല്ല യേശു കൊടുത്തത്, മറിച്ച് ആത്മീകമായ വിടുതലും കൂടെയാണ് യേശു കൊടുത്തത്. യേശു ആ മനുഷ്യന്റെ രോഗത്തിന്റെ കാരണമായ പാപത്തെയാണ് ആദ്യം ക്ഷമിക്കുന്നത്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളെ മാത്രമാണ്. എന്നാൽ യേശു നോക്കുന്നത് ആ പ്രശ്നത്തിന്റെ മൂല കാരണത്തെയാണ്. അവിടുന്ന് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ പുതുക്കുവാൻ, നിങ്ങൾക്കൊരു പുതിയ ജീവിതത്തെ, പുതിയ ജീവനെ നൽകുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ശാരീരിക സൗഖ്യത്തിനു വേണ്ടി മാത്രം അലയാതെ, ആഗ്രഹിക്കാതെ നിന്റെ ആത്മീയ മുറിവുകൾ സൗഖ്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിന്റെ അടുക്കിലേക്ക് വരിക. അവിടുന്ന് തന്റെ കരുണയുള്ള കരങ്ങൾ നീട്ടി നിന്നെ സൗഖ്യമാക്കും, നിന്നെ പുതിയ മനുഷ്യനാക്കും, നിന്നെ ദൈവത്തോട് നിരപ്പിക്കും. നീ ഒന്നോർക്കുക, യേശു കർത്താവ് വെറും സൗഖ്യദായകൻ മാത്രമല്ല, യേശു രക്ഷകനാണ്. യേശു കാര്യങ്ങളെ ക്രമീകരിക്കുന്നവൻ മാത്രമല്ല, അവിടുന്ന് വീണ്ടെടുപ്പുകാരനാണ്. യേശു കർത്താവ് പ്രശ്നപരിഹാരകൻ മാത്രമല്ല, അവിടുന്നാണ് സർവത്തിന്റെയും ഉത്തരം. നീ ഇന്ന് തന്നെ യേശുവിലേക്ക് വരിക. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന അവിടുത്തെ ശക്തിയെ അനുഭവിച്ചറിയുക. ഗോഡ് ബ്ലസ് യു.